അവൻ പറയുന്നു സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവുമാകുന്നു. അതേ പ്രിയപ്പെട്ട സ്വർഗ സിംഹാസനമായിട്ടിരുന്ന് ഭൂമിയിൽ എന്താണ് പാദപീഠമായിട്ടിരിക്കുന്നവൻ എങ്ങനെ തെളിയിക്കാൻ? നമ്മൾ നമ്മുടെ വീടിന്റെ ഇറയത്തോ അല്ലെങ്കിൽ ഹാളിലോ ഇരിക്കുമ്പോൾ നമ്മളൊരു കസേരയിൽ ഇരുന്നിട്ട് നമ്മുടെ കാല് എന്താണ് തറയിൽ മുട്ടാതെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ നമ്മൾ ഇരിക്കുന്ന വണ്ണം ആ കാർപ്പറ്റിനെ ഇവിടെ ഭൂമിയായിട്ട് ഉപമിക്കാം, ആ കസേരയെ നമുക്ക് സ്വർഗമായിട്ട് ഉപമിക്കാം. അതേ സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവുമായിരിക്കുന്നു. ഇത്ര ഉന്നതനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ പുഴുക്കളായിരിക്കുന്ന മനുഷ്യരായിരിക്കും നമ്മൾ മരിച്ചതിന് ശേഷം, കാരണം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മളും മരിച്ചതിന് ശേഷം ആത്മരൂപം പ്രാപിച്ച് ഇതേ രൂപത്തിലുള്ള ഒരു ആത്മരൂപം പ്രാപിച്ച് ആത്മാവാകുന്ന കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുന്ന നാളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തുകയും അതിന് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന, എന്ന് വെച്ചാൽ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി ദിവസം ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കാൻ നമ്മുടെ പാപങ്ങൾക്കൊരു മോചനം ഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാണ്. ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരിക്കലും തീർന്നു പോകാത്ത നിത്യമായിരിക്കുന്ന നരകവിധിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോകുകയാണ്.